സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് കണ്ണപ്പ. ഈ സിനിമയെ കുറിച്ചിട്ട് ഒരു റിവ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തു വിടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇതാണ് ലാലേട്ടന്റെ ആ ഒരു ലുക്ക്. കിരാത എന്നാണ് ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. മുകേഷ് കുമാർ സിംഗ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. 2025 ഏപ്രിൽ 25-നാണ് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത്. പാൻ ഇന്ത്യൻ ലെവലിലാണ് ഈ സിനിമ എത്തുന്നത്. പ്രഭാസ് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ അക്ഷയ് കുമാർ ഈ സിനിമയ്ക്കകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ടീസർ പോലെ, അതായത് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ ഒരു ടീസർ പോലെയാണ് ഇപ്പം ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. രാക്ഷസ വേഷം കെട്ടിയിട്ടുള്ള മോഹൻലാലിന്റെ ആ ഒരു രൂപമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അമ്പും ബില്ലും ഒക്കെ ഉണ്ട്. പിന്നെ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി, പിന്നെ മുഖത്തൊക്കെ ഇങ്ങനെ കരിയൊക്കെ വാരി തേച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു രാക്ഷസന്റെ ഒരു രൂപത്തിലാണ് ഇതിനകത്ത് ലാലേട്ടനെ ഈ ഒരു പോസ്റ്ററിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പുരാണ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ മറ്റൊരു സിനിമ ആയിട്ടുള്ള കൃഷഭ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ ഒരു പുതിയൊരു അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. അതിപ്പോ 2024 അവസാനത്തോടുകൂടി ക്രിസ്മസ് ദിനത്തിലാണ് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബാറോസ് എന്ന സിനിമയും തിയേറ്ററിലേക്ക് എത്തുന്നത്. ബാറോസ് നിധി കാക്കുന്ന ഒരു ഭൂതത്തിന്റെ റോളിലാണ് ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത്. അതിന്റെ ഒരു ടീസറും ട്രെയിലറും എല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ ഇതിന്റെ ഒരു തമിഴ് ടീസറും ഇറങ്ങിയായിരുന്നു. എന്തായാലും കണ്ണപ്പ എന്ന സിനിമയിലെ ലാലേട്ടന്റെ ഈ ഒരു ക്യാരക്ടർ പോസ്റ്റ്, അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ട പേടി തോന്നുന്ന കണ്ണും നോട്ടും ഒരു കാട്ടുമൃഗത്തിന്റെ പോലെ. AD 1830 കാലഘട്ടത്തില് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്, പുരാണ കഥയാണ്. ഇതിനകത്ത് കിരാത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലാണ് ലാലേട്ടൻ എത്തുന്നത്. പുരാണങ്ങളെയും പുരാണ കഥകളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ആണ് ഈ വടക്കേ ഇന്ത്യ, അല്ലെങ്കിൽ ഈ തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഒരുപാട് ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ്. പക്ഷെ കേരളത്തിൽ അത് എത്രത്തോളം സക്സസ് ആവുന്നു. എന്താണേലും ലാലേട്ടൻ 2025 ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരു 2-3 കമന്റുകൾ കണ്ടായത് ഈ ലാലേട്ടന്റെ വിവരമില്ലാത്ത ചില ഫാൻസുകാർ ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ലാലേട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് വലിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു വൈക്ലഭ്യം എന്താണെന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ 2024 ലാലേട്ടന്റെ ഇറങ്ങിയത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സിനിമ കണ്ട് മാത്രമേ ഉള്ളൂ ബോക്സ് ഓഫീസിൽ ഹിറ്റ്. കാരണം അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അത് വളരെ മോശമായതുകൊണ്ട് മാത്രമാണ് സിനിമകൾ പരാജയപ്പെട്ടു പോയത്. അല്ലെങ്കിൽ പുതിയ പുതിയ സംവിധായകർക്ക് അദ്ദേഹം അവസരം കൊടുക്കാത്തതുകൊണ്ടാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ആക്കുന്ന തരത്തിലാണ് പുതിയ സംവിധായകർ മോഹൻലാലിനെ വെച്ചിട്ട് ആ കാലഘട്ടം മോഹൻലാലിനെ വെച്ചിട്ട് സിനിമകൾ ചെയ്തത്. എന്നാൽ ഇപ്പൊ അത് മാറി 2025 വരുമ്പോൾ ഒരുപാട് പുതിയ സംവിധായകർക്ക് ലാലേട്ടൻ അവസരം കൊടുത്തിട്ടുണ്ട്. സിനിമകൾ വിജയിക്കും അല്ലെങ്കിൽ സിനിമകൾ നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ മമ്മൂട്ടി ആയാലും കൊള്ളാം, മോഹൻലാൽ ആയാലും കൊള്ളാം, നല്ല സിനിമ ആണെങ്കിൽ നല്ലത് തന്നെ പറയുന്നത്. അത് പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകരാണ് ആ സിനിമയെ സ്വീകരിക്കുന്നത്. ഈ 2024 ഇറങ്ങിയിട്ടുള്ള മമ്മൂട്ടി സിനിമകളെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ടാണ് ആ സിനിമകളൊക്കെ ഹിറ്റ് ആയത്. അല്ലാതെ ഞാനൊരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് മമ്മൂട്ടിയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാർ മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചിട്ട് റിവ്യൂ പറയുന്നതുകൊണ്ടല്ല വിജയിക്കുന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാരണം നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അവരുടെ പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അശ്വന്ത് ഗോക്കിനെ പോലുള്ള ആൾക്കാർ മമ്മൂക്കാടെ ഭീഷ്മപർവ്വം സിനിമ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ്. പക്ഷെ ആ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് നേടിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ മണ്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല സിനിമ ആണെങ്കിൽ നല്ല സിനിമ എന്ന് തന്നെ പറയും. ഇപ്പൊ എന്തായാലും കണ്ണപ്പ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബാറോസും നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാറോസ് കണ്ടതിന് ശേഷം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനും ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ അതുവരെയ്ക്കും എല്ലാവർക്കും